എല്ലാവർക്കും മൈ സ്റ്റൈൽ കുക്കിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ ചമ്മന്തിയാണ് കേട്ടോ. ഈ ചമ്മന്തിക്ക് എടുക്കുന്ന പൈനാപ്പിളിന് കുറച്ചൊരു പുളിയൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. പിന്നെ ഈ ചമ്മന്തിക്കകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടി മാറി കിട്ടും. ഇപ്പോൾ ഞാൻ ഒന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റിൽ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിപ്പോൾ കാണിച്ചിട്ടില്ല, സിമ്പിളായിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ചമ്മന്തി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, ചോറിനൂടെ കഴിക്കാം. വീഡിയോ കാണാം. ചമ്മന്തിക്ക് അരയ്ക്കാനുള്ള ഐറ്റംസൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ, ഒരു 3 നല്ല എരിവുള്ള പച്ചമുളക്, കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. പിന്നെ പൈനാപ്പിൾ, ഒരു 1/2 കപ്പ് പൈനാപ്പിൾ ഉണ്ട്. ഇതിങ്ങനെ അരിഞ്ഞ് കഴിയുമ്പം നല്ലോണം പഴുത്തതാണ്. അതേപോലെ തന്നെ കുറച്ച് ചെറുതായിട്ടൊരു പുളിയും കൂടിയുണ്ട്. കുറച്ച് പുളിയുള്ള പൈനാപ്പിളാണ് കേട്ടോ ഇതിന് നല്ലത്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, പിന്നെ വേണ്ടത് ഉപ്പ്. ഇത്ര ഐറ്റംസ് വേണം. പിന്നെ നമ്മൾ ഇഞ്ചി അരയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളകും തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഇഞ്ചി ഇടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇഞ്ചിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് വേണം ഒന്ന് അടിച്ചെടുക്കാൻ. ഒന്നങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്, ശരിക്കും അരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫുൾ അങ്ങ് അരഞ്ഞു പോകും. അതുകൊണ്ട് ആ ചമ്മന്തിയുടെ പരുവനായതിനു ശേഷം നമുക്ക് പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതും ഈ തേങ്ങയുടെ കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നടിക്കുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ നല്ലോണം അതങ്ങ് അരഞ്ഞു പോകും. ചെറിയ ചെറിയ കഷ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചിലപ്പം പൈനാപ്പിളിൽ കിട്ടിയാലായി. എന്നാലും അതൊരു സോഫ്റ്റായ ഒരു സംഭവമാണല്ലോ, ഫ്രൂട്ടാണല്ലോ, അപ്പോൾ അത് പെട്ടെന്നങ്ങ് അരഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിരുന്നതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കഴിക്കുന്ന സമയത്ത് ആ ഒരു പൈനാപ്പിളിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടുകയാണെങ്കിൽ മധുരമല്ലേ, നല്ലൊരു രസമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി പൈനാപ്പിൾ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 1-2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒന്നടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇതിപ്പോൾ കണ്ടാൽ അറിയാം, ചെറിയ ചെറിയ പീസസ് അതിനകത്ത് കിടപ്പുണ്ട് പൈനാപ്പിളിൻ്റെ. പിന്നെ നമ്മുടെ കറിവേപ്പിലയും അരിഞ്ഞിട്ടൊന്നുമില്ല, പൊടിഞ്ഞു പോയി ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിടപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഇതിനകത്ത് എരിവുണ്ട്, ഉപ്പുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു മിക്സഡ് മിക്സഡ് ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് മാച്ചാകും. മധുരമുണ്ട്, ചോറിനൂടെ കഴിക്കാൻ പറ്റുമെന്നൊന്നുമല്ല. ഇതൊന്ന് കഴിച്ചു നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇത്. ഇതിൻ്റെ കൂടെ വേറൊരു കറിയും വേണ്ട. ഈ ഒരു പൈനാപ്പിൾ ചമ്മന്തി മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വയറ് നിറച്ചും ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതറിയാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസൊക്കെ പറയുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.